ഹലോ, അപ്പോൾ നമ്മൾ LST മൊഡ്യൂൾ 2ലേക്ക് കടക്കുന്നത് ബൂളിയൻ ഓൾജിബ്ര എന്നാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്. അപ്പോൾ ബൂളിയനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് രണ്ട് വാല്യൂസാണ് കാണാം. ഒന്ന് 0 ഉണ്ടാവും, ഒന്ന് 1 ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അതിൽ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രൂവും 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോൾസാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത് പോകുന്നത് ബൂളിയൻ ഓൾജിബ്ര ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സാണ് ബൂളിയൻ ഓൾജിബ്ര ഉള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഓപ്പറേറ്ററാണ് ഡോട്ട് സൈൻ എന്ന് പറയുന്നത്, അതായത് A.B നമ്മൾ പറയുന്നത്. അപ്പോൾ A.B കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പോകേണ്ടത് ലോജിക്കൽ ആൻഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് A and B ആ ഒരു ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് ട്രൂത്ത് ടേബിൾ നമ്മൾ മുന്നേ പഠിച്ച ഭയങ്കര സിമ്പിളായിട്ടുള്ള ട്രൂത്ത് ടേബിളാണ്. രണ്ട് വാല്യൂസിൻ്റെ കോമ്പിനേഷൻ 0 0 0 1 1 0 1 1 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ്, അതായത് രണ്ട് ഭാഗത്തും 1 വരുമ്പോഴാണ് ഔട്ട്പുട്ട് 1 വരുന്നുള്ളൂ, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 0 ആണ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ അടുത്ത ഓപ്പറേറ്ററിലേക്ക് പോവാം, അതായത് പ്ലസ് സൈൻ, അല്ലെങ്കിൽ നമ്മൾ പറയും A+B എന്ന് പറയും, അല്ലെങ്കിൽ ലോജിക്കൽ ഓർ എന്ന് നമ്മളതിന് പറയും, അല്ലെങ്കിൽ നമ്മൾ വേർഡ്സിൽ എഴുതുമ്പോൾ A or B എന്ന് പറയും. ഓക്കെ. അപ്പോൾ അവിടെയും നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഉണ്ട്. രണ്ട് വാല്യൂസിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ ഈ 0 0 0 ഉള്ളിടത്ത് മാത്രം 0 വരും, ബാക്കിയുള്ള 3 സ്ഥലങ്ങളും 1 1 1 വരും. ഓക്കെ ആണല്ലോ. ഇനി കോംപ്ലിമെൻറ്റ്. എന്താണ് കോംപ്ലിമെൻറ്റ്? കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് A കോംപ്ലിമെൻറ്റ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് നോട്ട് A. ഓക്കെ. അപ്പോൾ 0 വരുന്നിടത്ത് അതിന് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, 1 വരുന്നിടത്തൊക്കെ അതിന് കോംപ്ലിമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ അത്രയാണ് നമുക്ക് മെയിനായിട്ട് 3 ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ ഡോട്ട് സൈൻ വരുന്നുണ്ട്, ഇപ്പോൾ ഒന്ന് പ്ലസ് സൈൻ വരുന്നുണ്ട്, പിന്നെ വരുന്നത് ഏതാണ്? കോംപ്ലിമെൻറ്റ്. അങ്ങനെ 3 തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പോസ്റ്റ്ലേറ്റ്സ് ഓർ ആക്സിയംസ് ഓഫ് ബൂളിയൻ അൾജിബ്ര. പോസ്റ്റ്ലേറ്റ്സ് ഓർ ആക്സിയംസ് ഓഫ് ബൂളിയൻ അൾജിബ്ര. അതിൽ പോസ്റ്റ്ലേറ്റ് നമ്പർ 1 പറയുന്നത് ബൂളിയൻ ഓൾജിബ്ര ഇസ് എ ക്ലോസ്ഡ് ഓൾജിബ്രിക് സിസ്റ്റം കണ്ടെയ്നിങ് എ സെറ്റ് ഓഫ് k or 2 or more elements and the 2 operators and plus which refer to logical and logical are. അതായത് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഓൾജിബ്രിക് സിസ്റ്റമാണ്. ഓക്കെ. അതിൽ മെയിനായിട്ട് 2 ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ അത് ലോജിക്കൽ ആൻഡും ലോജിക്കൽ ഓറും വരുന്നുണ്ട്. ഓക്കെ. അത്രയാണ് പോസ്റ്റ്ലേറ്റ് 1 പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പോസ്റ്റ്ലേറ്റ് 2 പറയുന്നത് എന്താ വെച്ചാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് പോസ്റ്റ്ലേറ്റ് 2 പറയുന്നത്. അതായത് പ്ലസ് ഓപ്പറേഷനിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 0യും അതുപോലെ ഡോട്ട് ഓപ്പറേഷനിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക. അതായത് പ്ലസ് ഓപ്പറേഷനിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റായിട്ട് വരുന്നത് 0യും ഡോട്ട് ഓപ്പറേഷനിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റായിട്ട് വരുന്നത് 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ് ആണ്. ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നമുക്കറിയാം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അത് x+y എന്ന് പറയുന്നത് y+x എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇനി x.y എന്ന് പറയുന്നത് y.x എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഈ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ x+y.z. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം? x+y ഡോട്ട് x+z. ഓക്കെ. ഇനി നേരെ തിരിച്ചും വരാം. x.y+z എന്ന് പറയുന്നത് x.y പ്ലസ് x.z. സിമ്പിളാണല്ലോ. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒന്നിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് x കോംപ്ലിമെൻറ്റ് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ x.x കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ x+x കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത്രയും ആണ് നമുക്ക് മെയിനായിട്ട് പോസ്റ്റ്ലേറ്റ്സ് പഠിക്കാനുള്ളത്. 5 പോസ്റ്റ്ലേറ്റ്സ്, 5 6 പോസ്റ്റ്ലേറ്റ്സ് ഉള്ള നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ മെയിനായിട്ട് ഈ പ്രോപ്പർട്ടീസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വരുന്നുണ്ട്, പിന്നെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരുന്നുണ്ട്, പിന്നെ കോംപ്ലിമെൻറ്റ് വരുന്നുണ്ട്, പിന്നെ ഈ ഫസ്റ്റത്തെ ബൂളിയൻ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഓൾജിബ്രിക് സിസ്റ്റം ആണെന്നുള്ളൊരു പോസ്റ്റ്ലേറ്റും കൂടി വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തും പറയുന്നത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് തിയറംസ് ഓഫ് ബൂളിയൻ ഓൾജിബ്രയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തിയറംസും അതുപോലെ അതിനെ പറ്റിയിട്ടുള്ള പ്രൂഫുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഐഡംപൊട്ടൻസി തിയറം. എന്താണ് ഐഡംപൊട്ടൻസി തിയറം എന്ന് പറയുന്നത് നോക്കാം. അതായത് A+A = A. ഇതാണ് 2 റിസൾട്ട്. ഇതെന്തായാലും പഠിച്ചു വെക്കണം. അതിൻ്റെ പ്രൂഫ് ഭയങ്കര സിമ്പിളാണ്.
പ്രൂഫും ഭയങ്കര സിമ്പിളാണ്. അതും ചിലപ്പോൾ ചില സമയങ്ങളിൽ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കി വയ്ക്കുക. അതായത് എ പ്ലസ് എ എന്ന് പറയുന്നത് എ ആണ്. അതുപോലെ തന്നെ എ ഡോട്ട് എ എന്ന് പറയുന്നത് ഈക്വൽ ടു എ ആണ്. അങ്ങനെ രണ്ട് റിസൾട്ടാണുള്ളത്. അത് നമ്മൾ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എ പ്ലസ് എ അല്ലേ, അപ്പോൾ എ പ്ലസ് എ ഡോട്ട് 1 ഇതിങ്ങനെ ഇട്ടാലും ഇതിന് വരെ വ്യത്യാസം വരുന്നില്ലല്ലോ. അതായത് ജസ്റ്റ് 1 ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, അപ്പോൾ വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ. നമുക്കറിയാം എ പ്ലസ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ മുന്നത്തെ ഒരു എക്സാമ്പിളല്ല പോസ്റ്റേറ്റിൽ പഠിച്ചു എക്സ് പ്ലസ് എക്സ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതുമാതിരി തന്നെ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് 1 ആണല്ലോ. അപ്പോൾ 1ൻ്റെ പകരം നമ്മൾ എന്ത് എഴുതി, എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് എഴുതി. ഇനി ജസ്റ്റ് ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് വരും. അതിൽ എ കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എക്സ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആൻസർ നമുക്ക് എ കിട്ടും. അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്തു. ഇതുമാതിരി നമുക്ക് സെക്കൻഡ് റിസൾട്ടും പ്രൂവ് ചെയ്യാം. അത് ഞാനിവിടെ ചെയ്തിട്ടില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ.